ഹലോ, അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സഹസ്രദളത്തിൻ്റെ ട്യൂബറാട്ടോ. അപ്പം കുറേ ട്യൂബേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ വെള്ളം നനച്ചെടുക്കും. ശേഷം നമ്മുടെ ട്യൂബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് സഹസ്രത്തിൽ ട്യൂബർ വേണ്ട ആൾക്കാർ നമ്മളെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് നേരത്തെ ഈ പാക്കിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ എന്തോ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ചുറ്റെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളമൊന്നും ലീക്ക് ആവില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം മാത്രമേ ഇതിനുണ്ടാവുള്ളൂ, വെള്ളമൊന്നും ലീക്കാകത്തൊന്നുമില്ല കേട്ടോ. ഈ സെല്ലോ ടേപ്പ് എടുക്കൽ ഭയങ്കര പണി കേട്ടോ. അതൊന്ന് കറക്റ്റ് ഇങ്ങനെ എടുത്തെടുക്കാൻ കണ്ടുപിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം സഹസ്രദളം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ ദേവീ ദേവന്മാരുടെ ഇരിപ്പിടമായിട്ട് കാണപ്പെടുന്നൊരു ഫ്ലവറാണ്. 1000 എതളാണ് ഇതിൻ്റെ ഒരു പൂവിന് വരുന്നത് കേട്ടോ. അപ്പം പൂവുണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കേരള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്, പൂവൊക്കെ ഉണ്ടാവും. കുറച്ച് ഭാഗ്യവും നല്ല രീതിക്ക് നോക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂവൊക്കെ തരും കേട്ടോ. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പാക്ക് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് നിങ്ങൾ അയക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഭയങ്കര സേഫായിട്ടാണ് അയക്കുന്നതും. നമ്മൾ DTDC വഴിയാണ് അയക്കുന്നത് കേട്ടോ. അപ്പം വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. സ്റ്റോക്ക് ഭയങ്കര കുറച്ചേ ഉള്ളൂ, ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ ഈ സഹസ്രദളത്തിൽ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കുണ്ട്. അപ്പം കാണുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പം ഏകദേശം നമ്മളിത് നമ്മുടെ കവറിനകത്തൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ കാർഡ്ബോർഡ് ബോക്സിനകത്ത് നമ്മൾ പാക്ക് ചെയ്ത് അയക്കാനാണ് കേട്ടോ. അപ്പം കാർഡ്ബോർഡ് ബോക്സ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചാണ്. പക്ഷേ എല്ലാം ശരിയാക്കി വന്നപ്പോഴത്തേക്കും ബോക്സ് ഇച്ചിരി വലുതായോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ഞാനത് മടക്കി എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ് ബോക്സ് നമ്മൾ പാലക്കാട് ഒരു കാർഡ് ബോക്സിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ഡൗട്ടായിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ ഞാൻ ഈ അട്ടപ്പെട്ടി പഴയ കടകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബാക്കിയൊന്ന് അട്ടപ്പെട്ടിയൊക്കെ എടുത്ത് വെട്ടി മുറിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു ദിവസം നമുക്ക് കുറേ ഓർഡേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം ഈ അട്ടപ്പെട്ടി എടുത്ത് മുറിച്ചെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മെനക്കേട് പിടിച്ച പണിയാണ്. അതിന് തന്നെ കുറേ സമയം നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാകുമ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഭാഗങ്ങളൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ എടുത്തത് കുറച്ച് വലിയ ബോക്സ് ആയതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ പഴയ ബോക്സിനെ എടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അത്രയും ചെറിയൊരു പോർഷനല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അത്രയും വലിയൊരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി പോകും. അപ്പം സാധാരണ ഒരു അട്ടപ്പെട്ടി എടുത്തിട്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് അതിനകത്ത് വെച്ചാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് നടന്ന രീതിയൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഇത് എങ്ങനെ വെക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. വളരെ സിമ്പിളാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോഴത്തേക്കുണ്ട് നമ്മുടെ അമ്മ ചായയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കല്ല, വേറെ ആളും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം അട്ടപ്പെട്ടിയൊക്കെ എടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇച്ചിരി മെനക്കേട് പിടിച്ച പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ നോക്കാനൊന്നും തീരെ ടൈം കിട്ടിയിട്ടുണ്ടായില്ല എന്നാണ് സത്യം. പിന്നെ നമ്മളുടെ മടിയുണ്ട്, കുറച്ച് നല്ല രീതിക്ക് മടിയുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര മടിയൊക്കെ വരും. പിന്നെ വേറെ വഴിയില്ല, പിന്നെ നമുക്ക് ചുമ്മാ കളഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ശരി ചെയ്യാമെന്ന് വിചാരിച്ച് വീണ്ടും പഴയതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം. അപ്പം മാക്സിമം നമ്മൾ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ ട്യൂബേഴ്സൊക്കെ. അപ്പോൾ എല്ലാവരും വേണ്ട ആൾക്കാർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ് ഈ സാധനം ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കലോ, അത് ചുറ്റി പൊട്ടി ഭാഗമൊക്കെ. മറ്റേതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യും. പെട്ടെന്ന് സമയവും ലാഭം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ബോക്സൊക്കെ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്യാനും വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും നമ്മുടെ കൂടെ കേട്ടോ. അവനോടാവുന്ന രീതിക്ക് നമ്മൾ ചെറിയ രീതിക്ക് സഹായിക്കൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ ബോക്സ് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് നമ്മുടെ പേരും അഡ്രസ്സും എഴുതിയിട്ടുള്ള പേപ്പർ ഇതിനകത്ത് വയ്ക്കുക, ഒട്ടിച്ചു കൊടുക്കുക, നമ്മൾ നേരെ പാർസൽ അയക്കുക. ഇതാണ് ഇതിൻ്റെ അടുത്ത പരിപാടി കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് ലോട്ടസ് വെക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ലോട്ടസ് ട്യൂബർ വേണ്ട ആൾക്കാർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ എല്ലാം ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.